ലച്ചു പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്നു. വ്യക്തമാകാത്തതുകൊണ്ട് ഒന്നുകൂടെ കണ്ണടച്ചു തുറന്നു. പെട്ടെന്ന് കഴിഞ്ഞതെല്ലാം ഓർമ്മ വന്ന പോലെ അവളൊന്ന് ഞെട്ടി. അവൾ പേടിയോടെ അലറി വിളിച്ചു. അവളുടെ അലർച്ച കേട്ട് അഗ്നി ഞെട്ടി കണ്ണു തുറന്ന് അവളുടെ അടുത്തേക്ക് വന്നു. ശ്രീ, മോളെ, ഒന്നുമില്ല, കണ്ണു തുറക്ക്. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ശബ്ദം കേട്ടതും കണ്ണു തുറന്നു നോക്കി അവൾ. അവനെ കണ്ടതും ജീവൻ കിട്ടിയ പോലെ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. അവനൊന്നും ചോദിക്കാതെ അവളെ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവളൊന്ന് ഓക്കെയായി. ഒന്നും ഓർക്കേണ്ട, ഉറങ്ങിക്കോ, ഞാനിവിടെ തന്നെ ഉണ്ട്. അയാളെന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഓർക്കേണ്ട. അവൾ അവൻ്റെ കൈ പിടിച്ച് അവനെ നോക്കി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയി. അവൻ അവളെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. കിച്ചു നാട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. വീട്ടിലെത്തിയത് അമ്മമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ മുറിയിലേക്ക് പോയി. ഫ്രഷായി വന്നതേ അവൻ കിടന്നു. അത്രയും ക്ഷീണിച്ചു പോയിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോകുമ്പോൾ കല്ലുവിന് മുറിയിൽ വാതിൽ തട്ടി. കല്ലു വാതിൽ തുറന്ന് അവനെ ഒന്ന് നോക്കി. എന്തായിട്ടാ? കല്ലു, അച്ഛൻ പറഞ്ഞില്ലേ ഇന്നലെ ലച്ചുമോളെ കിട്ടിയെന്ന്? പറഞ്ഞു ഏട്ടാ. പിന്നെന്തിനാ സങ്കടം? മുഖം വാടിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടരുത് കേട്ടോ. എന്നാ ശരി, ഞാൻ ഓഫീസിൽ പോകുക. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് താഴേക്ക് പോയി. കല്ലു വാതിലടച്ച ബെഡിൽ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ലച്ചുവിനെ കാണാതായത് എന്നാണ് അവളുടെ മനസ്സിൽ. ലച്ചുവിനെ കിട്ടിയിട്ടും അവളുടെ ഉള്ളിൽ നിന്നത് പോകുന്നില്ല. കണ്ണു തുടച്ചിട്ട് അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. ലച്ചു ഇല്ലാത്തത് കാരണം രാത്രി ഒന്നും ഉറക്കമില്ലായിരുന്നു. കിച്ചു ഭക്ഷണം കഴിക്കുവാണ്. അമ്മമാർ അടുത്ത് തന്നെയുണ്ട്. അച്ഛമ്മയും അച്ചാച്ചനും കഴിച്ചിട്ട് മുറിയിലേക്ക് പോയി. അച്ഛന്മാർ പുറത്തൊക്കെ പോയതാണ്. അഗ്നി നിന്നെ വിളിച്ചോ കിച്ചു? ആ വല്യമ്മേ, അവനും മോളും 2 ദിവസം കഴിഞ്ഞ് വരും. അതെന്താ 2 ദിവസം? ഇപ്പോൾ തന്നെ ക്ലാസ് ഒത്തിരി മിസ്സായതല്ലേ, ഇനിയും കളയണ്ടെന്ന് കരുതി. ആ, അത് മതി, പഠനമൊന്നും കളഞ്ഞിട്ടൊന്നും വേണ്ട. കഴിച്ചു കഴിഞ്ഞതും അവൻ യാത്ര പറഞ്ഞു പോയി. ലച്ചു പിന്നെ കണ്ണു തുറക്കുമ്പോൾ രാത്രിയായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതിനാൽ ഡിസ്ചാർജ് ചെയ്തു. ലച്ചുവിനെയും കൊണ്ട് ഹോട്ടൽ റൂമിലാണ് അഗ്നി പോയത്. റൂമിലെത്തിയത് അവളെ ഫ്രഷാക്കാൻ വിട്ടു. വരുന്ന വഴി 2 പേർക്കും ഡ്രസ്സ് വാങ്ങിയിരുന്നു. ലച്ചു പോയപ്പോൾ അഗ്നി അവിടെയുള്ള സോഫയിലിരുന്നു. കണ്ണുകൾ അടച്ച് ഇന്ന് നടന്നതെല്ലാം അവൻ്റെ ഉള്ളിലൂടെ പോയി. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഡോറ തുറക്കുന്ന സൗണ്ട് കേട്ടവൻ കണ്ണു തുറന്ന് അങ്ങോട്ട് നോക്കി. ലച്ചു ഇറങ്ങി വരുന്നത് കണ്ടതും അവൻ ഫ്രഷാകാൻ പോയി. ലച്ചു ചുറ്റും നോക്കിയിട്ട് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ നിന്ന് ചുമ്മാ നോക്കി നിന്നുവെങ്കിലും ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ചിന്തകൾ ഓരോന്നായി തല പെരുക്കുന്നു അവൾക്ക്. കണ്ണടച്ച് അവിടെ നിന്നതും പുറകിലൂടെ വന്ന് 2 കൈകൾ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ കണ്ണു തുറക്കാതെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വെറുതെ വന്നതാ. ഒരുപാട് നേരം നിൽക്കണ്ട, തണുപ്പുണ്ട്, കിടക്കാം. അവളെ ചേർത്ത് പിടിച്ചവൻ അകത്തേക്ക് കയറി ഡോറ് ക്ലോസ് ചെയ്തു. അപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് നടക്കുന്നവളെ കാണി അവനും പാവം തോന്നി. ബെഡിൽ അവളെ കിടത്തി അടുത്ത് അവനും കിടന്നു. ശ്രീ, വെറുതെ ഓരോന്ന് ചിന്തിച്ചിരിക്കല്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനില്ലേ നിന്റെ കൂടെ, നീ ഉറങ്ങിക്കോ. ഉറങ്ങണ്ട. പിന്നെ ഉറങ്ങുമ്പോൾ ഏട്ടൻ പോയാലോ? പേടിയോടെ അവനെ മുറുക്കെ പിടിച്ചു അവൾ. അവന് മനസ്സിലായി അവൾ ഇപ്പോഴും ഭയത്തിലാണ് എന്ന്. അവൻ അവൾക്ക് മുകളിലായി വന്നു നിന്നു. പരസ്പരം നോട്ടമിടഞ്ഞു. അവൻ്റെ മുഖം താഴ്ന്നു വന്നു. ശ്വാസമുഖത്ത് തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ കൂമ്പിയടച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലായിരുന്നു. മുഖം താഴ്ത്തി നെറ്റിയിൽ ചുംബിച്ചു. അവിടുന്ന് കണ്ണിലും മൂക്കിലും പിന്നെ ചുണ്ടിലേക്ക് അവൻ പതിയെ ചുംബിച്ചു. പതിയെ കീഴ്ചുണ്ട് നുണഞ്ഞെടുത്തു. അവളിൽ നിന്നൊരു മൂളൽ പുറത്തേക്ക് വന്നു. കൈകൾ അവൻ്റെ തോളിൽ പിടിച്ചു. കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിലേക്ക് അവൻ്റെ ചുംബനം വഴിമാറി. അവളുടെ കൈ തോളിൽ നിന്ന് മുടിയിലേക്ക് പോയി. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ച് നെരിച്ചു. ഒരു കൈ അവളുടെ കഴുത്തിൽ പിടിച്ചു. സമയം കടന്നുപോയി.
അവൾക്ക് ശ്വാസമെടുക്കാൻ പറ്റാതെ വന്നതും അവൾ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അത് മനസ്സിലായി അവൻ ഒന്നുകൂടെ ചുംബിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ശ്വാസം ആഞ്ഞു വലിച്ചു അവൾ. അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ പതിഞ്ഞു. അവളൊന്ന് പിടഞ്ഞു പോയി. കഴുത്തിന് ചുറ്റും അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു. ചുണ്ടിന് കൂട്ടായി ഇടയ്ക്ക് പല്ലുകളും വന്ന് കടിച്ചും ചുംബിച്ചും അവൻ അവളെ വിവശയാക്കി. അവിടുന്ന് മാറിലേക്ക് അവൻ്റെ മുഖം വന്നതും അവൾ പിടഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുപോയി. ദേവേട്ട. അവളുടെ വിളി അവൻ്റെ കടിഞ്ഞാണ് പൊട്ടിച്ചു. മാറിൽ അമർത്തി മുത്തിയതും കടിച്ചും അവൻ അവളെ തളർത്തി. മുന്നോട്ട് പോകാൻ സമയമായില്ല എന്നോർത്ത പോലെ അവൻ മുഖം അവിടെ അമർത്തി കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവളുടെ മനസ്സും ശാന്തമായിരുന്നു. അവൻ്റെ പ്രവൃത്തികളെ അവളെ അവനിലേക്ക് തളച്ചിട്ടു. കുറച്ചു കഴിഞ്ഞ് അവൻ മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി. ചുവന്നു തുടുത്ത് ചുണ്ടിലൊരു ചിരിയുമായി കണ്ണുകൾ അടച്ചു കിടക്കുന്നവളെ കാണി അവന് സന്തോഷം തോന്നി. അവളുടെ അടുത്തായി കിടന്നു. നെഞ്ചിലേക്ക് കയറ്റി കിടത്തി അവൻ. അവളെ തലോടിക്കൊണ്ട് അവൻ കിടന്നു. ദേവേട്ട. കല്ലു ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നെ കാണാതായപ്പോൾ പേടിച്ചു പോയി കാണും. അതെ. ദേവേട്ടൻ പേടിച്ചോ? പ്രാണനില്ലാതെ ആയ പോലെ ആയിരുന്നു ഞാൻ. എന്നെങ്ങനെയാ കിട്ടിയേ? അയാൾ കുടിക്കാൻ എന്തോ തന്നു, അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതൊക്കെ കിട്ടി. ഇനി ഒന്നും നീ ആലോചിക്കണ്ട, ഉറങ്ങിക്കോ. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. അവനും ക്ഷീണം കൊണ്ട് പതിയെ ഉറക്കത്തിലേക്ക് വീണു. അവൻ്റെ അലർച്ച അവിടെ മുഴങ്ങിക്കേട്ടു. സ്റ്റീഫൻ അവനെ ഓരോ തവണയും അടിക്കുമ്പോൾ വേദന കൊണ്ട് പിടയുകയായിരുന്നു രോഹിത്. അത് കാണാനാകാതെ കണ്ണുകൾ അടച്ചു പിടിച്ചു അയാൾ. വേദന കൊണ്ട് പിടയുമ്പോഴും അവൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അവളെ കിട്ടിയില്ല, പ്രൊജക്റ്റ് നഷ്ടമായി, ഇതൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത. അപ്പോഴും അവൻ അറിഞ്ഞില്ല അവനെ കൊല്ലാതെ കൊല്ലാൻ അഗ്നി വരുന്നുണ്ടെന്ന്. അതറിയാതെ രോഹിത് അലറി വിളിച്ചു. അഗ്നി രാവിലെ കണ്ണു തുറക്കുമ്പോൾ നെഞ്ചിൽ ചൂട് പറ്റി മയക്കമാണ് ലച്ചു. അവളുടെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു. പാവം, ഒത്തിരി പേടിച്ചു പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൾക്ക് വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഓർക്കുമ്പോൾ അവന് സങ്കടം തോന്നി. പക്ഷേ ഈ ഒരുവളെ വിട്ടുകളയാൻ തനിക്ക് പറ്റില്ല. ഇഷ്ടമായിരുന്നു അവളെ, പക്ഷെ എന്തോന്ന് പിന്നിലേക്ക് വലിച്ചു. അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു കല്യാണത്തിന് പോലും സമ്മതം കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ എന്നെ എൻ്റെ പെണ്ണായി കൂടെ കൂട്ടിയേനെ. ഓർക്കവേ അവൻ്റെ കണ്ണു കലങ്ങി. ദൈവം എനിക്ക് വിധിച്ചത് ഇവളെയാ. അതുകൊണ്ടല്ലേ അറിയാതെ എന്നിലേക്ക് എത്തിച്ചേർന്നത്. അവളോടുള്ള സ്നേഹം ഹൃദയം നിറഞ്ഞൊഴുകുന്ന പോലെ തോന്നി അവന്. മുഖം കുനിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അതറിഞ്ഞ പോലെ അവളൊന്ന് കുറുകി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു കിടന്നു. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. രോഹിത്, നിനക്കുള്ള പണി ഞാൻ തരും. കുറച്ച് സമയം നീ വെയിറ്റ് ചെയ്യ്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കണ്ണടച്ച് കിടന്നു. സമയം കടന്നുപോയി. ലച്ചു കണ്ണുകൾ ചിമ്മി തുറന്നു. പെട്ടെന്ന് ചുറ്റും നോക്കിയിട്ട് ഞെട്ടി എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റതറിഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ, പേടിച്ചോ? അവൻ ചേർത്ത് പിടിച്ചപ്പോൾ ഞെട്ടിയതറിഞ്ഞ് അവളോട് ചോദിച്ചു. പേടിക്കേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. അവൾ അവനെ നോക്കി തലയാട്ടി. അവൻ ചിരിയോട് അവളെ നോക്കി. ചെന്ന് ഫ്രഷായി വാ, നമുക്ക് പുറത്തു പോകാം. വേണ്ട ദേവേട്ട, അയാൾ വരും. ഞാനില്ല പെണ്ണേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? അപ്പോൾ നല്ല കുട്ടിയായി ചെന്ന് ഫ്രഷായിട്ട് വാ. അവൾ പതിയെ എഴുന്നേറ്റ് ഫ്രഷാകാൻ പോയി. അവളെ നോക്കിയിട്ട് ഫോൺ എടുത്ത് സ്റ്റീഫനെ വിളിച്ചു. ഹലോ സാർ. എന്തായി സ്റ്റീഫ? നല്ലത് കൊടുത്തിട്ടുണ്ട് സാർ. ഞാൻ വരുന്നവരെ ജീവനോടെ ഉണ്ടായിരിക്കണം സാർ. അവൻ്റെ തന്തയ്ക്കുള്ള പണി ഞാൻ വന്നിട്ട് മതി. ഓക്കെ സാർ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. അവൻ കോള് കട്ട് ചെയ്ത് ഫോൺ മാറ്റിവെച്ചു. അപ്പോഴേക്കും ലച്ചു ഫ്രഷായി പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും അവൻ്റെ കണ്ണ് വിടർന്നു. ഒരു പൊട്ടുപോലുമില്ലാതെ അവൾ അത്രത്തോളം സുന്ദരിയായിരുന്നു. അവൻ അവളെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു. മുടി തുവർത്തിക്കൊണ്ടിരിക്കുന്നവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എന്താ ദേവേട്ട, ഞാൻ പേടിച്ചു പോയിട്ടോ? എന്തിനാ പെണ്ണെ പേടിക്കുന്നേ?
ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. പോയി ഫ്രഷായി വാ, ഞാൻ പെട്ടെന്ന് വരാമേ. കവളിലൊന്ന് അമർത്തി ചുംബിച്ചിട്ട് അവൻ ഫ്രഷാകാൻ പോയി. അവൾ ചിരിയോടെ അവനെ നോക്കിയിട്ട് മുടി തുവർത്തി പിന്നെ ബാൽക്കണിയിലേക്ക് പോയി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ ഫ്രഷായി പുറത്തേക്ക് വന്നു. ചുറ്റും അവളെ നോക്കി ബാൽക്കണി ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടതും അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. മുടിയൊന്ന് കോതിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. ശ്രീ. അവൻ്റെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും അവളുടെ കണ്ണു തിളങ്ങി. അവൻ ചിരിയോടെ അവളെ നോക്കിയിട്ട് ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി ചുണ്ടിലൊന്ന് മുത്തി. അത്രത്തോളം മൃദുവായ ചുംബനം. രണ്ടുപേരും ആ ചുംബനത്തിലൊന്ന് തണുത്ത് വിറച്ചുപോയി. അവൾ അവനെ ഒന്ന് കണ്ണുമിടിച്ച് നോക്കി. എന്താ നോക്കുന്നേ? പോകണ്ടേ? എന്നാ വാ പോകാം. അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറി. ഫോൺ പോക്കറ്റിലിട്ടിട്ട് റൂം മൊത്തത്തിൽ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ചുറ്റും ആളുകളെ കാണുമ്പോൾ അഗ്നിയുടെ കയ്യിൽ അവളുടെ കൈമുറുകും. അതറിഞ്ഞ പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്. ഫുഡ് കഴിച്ച് അവിടെ നേരെ മാളിൽ പോയി. അവൾക്കും അവനും ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞൊരു ഫിലിമിന് കയറി. ലൈറ്റെല്ലാം ഓഫായതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. പേടിക്കണ്ട, അവളുടെ ചെവിയോട് ചേർന്ന് അവൻ പറഞ്ഞു. അവൾ ഒരു വിറയലോടെ തല വെട്ടിച്ചു. അത് കണ്ടവനൊന്ന് ചിരിച്ചു. ഒരു റൊമാൻറ്റിക് ഫിലിമായിരുന്നു. ഇടയ്ക്ക് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. കിസ്സിങ് സീൻ വന്നപ്പോൾ അവൾ ചിരിയോടെ മുഖം താഴ്ത്തി. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് വന്നു. പെണ്ണേ, ഒരു ഉമ്മ തരട്ടെ ഞാൻ? അവൻ അവളുടെ കാതിലായി പതിയെ ചോദിച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ കള്ളച്ചിരിയോടെ അവളെ സൈറ്റടിച്ച് കാണിച്ചു. അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നേരെയിരുന്നു. ഫിലിം കണ്ടിറങ്ങുമ്പോൾ നേരം ഒരുപാടായിരുന്നു. അവർ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഇനി യാത്ര ചെയ്യാൻ തോന്നിയില്ല. നേരെ ഹോട്ടൽ വന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും അവൻ ഡോറടച്ച് അവളെ ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ മുടിയിൽ പിടിച്ച് മുഖം ഉയർത്തി. ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങിയിരുന്നു. അത്രത്തോളം അവൻ അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു. അവളെന്ന പെണ്ണിനെ അവന് അത്രത്തോളം അനുഭൂതിയായിരുന്നു. ലച്ചു പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു. മറുകൈ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ഞെരിച്ച് മറുകൈ അവളുടെ മുടിയിൽ അലഞ്ഞു നടന്നു. അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു അവൻ. അവൾക്ക് മുകളിലായി കിടന്നുകൊണ്ട് അവൻ അവളുടെ നാവിനെ വലിച്ചു ചുംബിച്ചു. അവളും അവൻ്റെ നാവിനെ തലോടി. പരസ്പരം നാവുകൾ ചുറ്റിപ്പിണഞ്ഞു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി വലിച്ചു നുണഞ്ഞു. അവൻ്റെ നാവിൽ നിന്ന് പിൻവലിച്ച് ചുണ്ടിലായി കടിച്ചു അവൾ. എരിവ് വലിച്ച് അവൻ ചുംബനം അവസാനിപ്പിച്ചു. അവളുടെ കഴുത്തിൽ മുഖാമർത്തി കിടന്നു. കിതപ്പൊന്ന് കുറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലൂടെ അലഞ്ഞു. അവൾ തല ഉയർത്തി അവനെ സൗകര്യം ഒരുക്കി കൊടുത്തു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിലൂടെ അലഞ്ഞു. ചുണ്ടുകൾക്കൊപ്പം അവൻ്റെ പല്ലുകൂടെ കഴുത്തിൽ അമർന്നപ്പോൾ അവളിൽ നിന്ന് സീൽക്കാരം ഉയർന്നു. അതവനെ മത്ത് പിടിപ്പിച്ചു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ നിന്ന് ഇഴഞ്ഞു മാറി. അവിടെ അമർത്തി അവൾ പുളഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങാൻ നിന്നു. കഴുത്തിൽ നിന്ന് അവൻ്റെ മുഖം മാറിലായി വന്നു നിന്നു. അവളെ അമർത്തി ചുംബിച്ചു. ഒപ്പം പല്ലുകൊണ്ട് കടിച്ചു. ദേവേട്ട. അവളുടെ വിളി കേട്ടത് മൂളിക്കൊണ്ടവൻ പിന്നെയും അങ്ങനെ ചെയ്തു. പതിയെ മുഖം അവിടുന്ന് താഴേക്ക് നീങ്ങി. ടോപ്പ് ഉയർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ ആലില വയറിൽ വന്നു നിന്നു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വെണ്ണ പോലെ ചെറിയ പൊക്കിലുള്ള വയറ്. അവിടെ ഭംഗി കൂട്ടാനെന്ന പോലെ പൊന്നരഞ്ഞാണം. അവൻ്റെ മുഖം അവിടെ അമർന്നു. പതിയെ ഉമ്മ വെച്ചു. പിന്നെ കടിച്ചും അവൻ മുന്നേറിക്കൊണ്ടിരുന്നു. അവൾ ഓരോ പ്രാവശ്യവും പിടഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ നാവ് പുക്കിൽ ചുഴിയിലിറങ്ങി. ദേവേട്ട. അവളുടെ സ്വരം ഇടറിയിരുന്നു. അവൻ ഒന്നുകൂടെ അമർത്തിമുത്തി. തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ച് ചുവന്ന് വിയർത്ത് കിടക്കുന്നവളെ കാണി അവൻ എന്തൊക്കെയോ തോന്നിയെങ്കിലും വികാരങ്ങൾ കടിച്ചമർത്തി അവൻ അവളുടെ ചുണ്ടു ഒന്നുകൂടെ നുണഞ്ഞു വിട്ടുകൊണ്ട് ബെഡിൽ കിടന്നു. കിതപ്പൊന്നടങ്ങിയതും അവൾ മുഖം ചരിച്ച് അവനെ ഒന്ന് നോക്കി.
കണ്ണടച്ച് കിടക്കുന്നവനെ കാണി അവളുടെ മുഖം ചുവന്നു. അത് മറയ്ക്കാൻ അവൻ്റെ നെഞ്ചിൽ മുഖമർത്തി വെച്ചു അവൾ. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. ശ്രീ, എനിക്കൊത്തിരി ഇഷ്ടമായി പെണ്ണേ. എന്ത്? നിന്റെ അയ്യേ? എന്തയ്യേ? ചി പോ ദേവേട്ടാ. എന്താടി പെണ്ണേ, ഇങ്ങനൊന്നും പറയില്ലേ? പിന്നെ എങ്ങനെ പറയണം? ഒന്നും പറയണ്ട. ഓഹോ, അങ്ങനെ. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. എപ്പോഴോ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു.